ഹലോ ഗൈസ്, എല്ലാവർക്കും വിസ്മയൻ ടെക്സ്ട്രാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോട്ടറുണ്ട്. ആമസ് എന്ന് പറഞ്ഞ ഈ ഒരു മെഷീനാണ്. T5 എന്ന് പറഞ്ഞ നല്ല പവറുള്ളൊരു മെഷീനാണ്. ഈ ഒരു പമ്പിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ പമ്പ് മെയിനായിട്ട് ഞാൻ മേടിച്ചേക്കുന്നത് നമ്മുടെ വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് മേടിച്ചത്. അത്യാവശ്യം നല്ല കിടക്കാച്ച് പവറൊക്കെ ഉള്ള അടിപൊളി പമ്പാണ്. ഞാനിപ്പോൾ ഇത് ചെറിയ കണ്ണ് നോക്കിയാണ് മേടിച്ചേക്കാം. ഈ ചെറിയ കണ്ണായതുകൊണ്ട് നമുക്ക് AC ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇച്ചിരൂടെ ഹൈറ്റ് ഇച്ചിരൂടെ നീളം കൂടിയ ഗണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC ഒക്കെ സർവീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ പമ്പ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ACയുടെ സർവീസൊക്കെ വേണ്ടവർ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളിന്ന് ട്രക്ക് വീഡിയോയും ട്രാവൽ വീഡിയോ ഒന്നും അല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പമ്പിൻ്റെ അടുത്ത് നമ്മുടെ ബൈക്ക് നമ്മൾ കഴുകുവാണ്. വണ്ടിയെ മൊത്തം പൊടിയും കാര്യങ്ങളുമാണ്, ഭയങ്കരമായിട്ട് ചള്ളയും മണ്ണുമാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ. ഇത് ഫുള്ള് മെറ്റലാണ്. ഈ ഒരു ഭാഗം, ഈ ഒരു ബോഡി വന്നേക്കുന്ന മാത്രം ഫൈബറാണ്, ബാക്കിയെല്ലാം ഫുൾ മെറ്റലാണ്. നല്ല വെയിറ്റാണ്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ചെറിയൊരു മീറ്ററും ഉണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ പമ്പിൻ്റെ പ്രഷർ കാണിക്കുന്ന ചെറിയൊരു മീറ്ററും ഉണ്ട്. ചെറിയൊരു ഫിൽറ്ററുണ്ട്. നമുക്ക് അങ്ങനെ വല്ല പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാതെ ഇരിക്കാനാണ്. ഇതാണ് നമ്മുടെ പമ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പൊളി സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, കിട്ടുക്കാച്ചി പമ്പാണ്. 3 വർഷമായെന്ന് തോന്നുന്നു. 3 വർഷത്തോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു പമ്പാണ്. നമുക്ക് നമ്മുടെ ഭിത്തി നമുക്കൊന്ന് കഴുകി നോക്കാം. ഈ ഒരു പാലൊക്കെ പോകുന്നു കണ്ടോ. പാലൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് പാലൊക്കെ കളയാൻ പറ്റുന്ന കിട്ടുക്കാച്ചി സാധനമാണ്. ഒപ്പം കാഴ്ച കണ്ടോ, നമ്മൾ ഇത്ര ഇടം നല്ല അടിപൊളിയായിട്ട് കഴുകണ്ടോ. ഇത്ര ഇടത്ത് പായലും എല്ലാം പോയി നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ പവർ കണ്ട, നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഇന്ന് നമുക്ക് പ്രത്യേകം വീഡിയോ ഒന്നും ചെയ്യാനൊന്നും കിട്ടിയില്ല. അപ്പം ഞാനെന്നാ ഓർത്ത് നമ്മുടെ വണ്ടി ഒന്ന് കഴുകിയേക്കാം, നമ്മുടെ വീടിൻ്റെയും അതിലൊക്കെ ഈ വീടിൻ്റെ ഭിത്തിയൊക്കെ ഒന്ന് കഴുകിയേക്കാം എന്നൊക്കെ കണ്ട് അപ്പോൾ നമ്മുടെ മെഷീനൊക്കെ എടുത്ത് സ്റ്റാർട്ടാക്കിയതാണ്. അപ്പോൾ കാഴ്ച നല്ലൊരു മെഷീനാണിത്. അപ്പോൾ ഈ മെഷീൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മോഡിലാക്കാം. നമുക്ക് ഇത്രയും ഇങ്ങനെ ആക്കാം. നമ്മൾ ഇതേപോലെ ഈ സ്പ്രേ കൂട്ടാക്കാം. പിന്നെ ഇതാണ് അതിൻ്റെ പോയിന്റ് നല്ല പവറാണ് കണ്ടോ, നല്ല കിട്ടുക്കാച്ചി പവറാണ്. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് നമുക്ക് ഈ മെഷീൻ വെച്ചൊന്ന് അടിക്കാൻ സംഭവിക്കുന്നത് അറിയാം. എൻ്റെ ദേഹത്തെല്ലാം മണ്ണായി. നമുക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി കൊണ്ടാട്ടി കൂടെ വന്നിട്ടുണ്ട്. അച്ഛനൊക്കെ അടിച്ച് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഭിത്തി കഴിച്ചാണ് കണ്ടോ. ഭിത്തിയൊക്കെ നല്ല ഭയങ്കരമായിട്ട് ഇട്ടുവാണ്. ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കണ്ടോ. നമ്മുടെ വണ്ടിക്കകത്ത് ഫുള്ള് മണ്ണും കാര്യങ്ങളെല്ലാം ആണ്. ഇതെല്ലാം ഒന്ന് കഴുകി ഒന്ന് മിനുക്കി ഒന്ന് എടുക്കാനാണ് കണ്ടോ. 2 സൈഡിലും ചള്ളയാണ്. ഗൈസ് കണ്ടോ എങ്ങനെയായിരുന്നു സാധനം നോക്കി, നല്ല പുതുപുത്തം കൂട്ടാക്കി. തിളങ്ങണുണ്ടോ, തിളക്കി കളഞ്ഞു നമ്മൾ. കണ്ണാടിയെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നല്ല സെറ്റാവുന്ന ആയിട്ടുണ്ട്. നമ്മുടെ സീറ്റ് കീറിപ്പോയി. നമുക്കിനി സീറ്റും കൂടെ ഒന്ന് റെഡി ആക്കണം. ഇപ്പം ഏറെക്കുറെ നമ്മൾ നല്ല നീറ്റാക്കിയിട്ടുണ്ട്. വണ്ടി കഴുകി നല്ല പുതുപുത്തനായി. അടിപൊളിയായിട്ട് നമ്മൾ കഴുകി നല്ല സെറ്റപ്പ് ആക്കി വണ്ടി. കണ്ടോ, ഒരുത്തർ അവിടെ നിന്ന് അടുത്ത വണ്ടി അവൻ്റെ അടുത്ത് ഭയങ്കര വാഷിങ്ങാണ് കണ്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കഴുകി നല്ല കിടുക്കാച്ചായിട്ട് വണ്ടിയൊക്കെ തിളങ്ങി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിക്കാനും മറക്കല്ലേ. എങ്കിലും ഞാനിടുന്ന ഓരോ വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു കിടക്കാച്ച വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സായം ഘോഷിച്ചു. ബൈ ബൈ, ടാറ്റാ.